കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇഗ്നോ ഫോക്കസ് 4.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. MSc ഫിസിക്സ് ലേണേഴ്സിന് വേണ്ടിയിട്ട് MPH003 ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ അനാലിസിസിന് വെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില്, അതായത് നേരത്തെ നടന്നിട്ടുള്ള പാസ്റ്റ് TEE ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസും നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്, എക്സാം ട്രെൻഡ്സ്, അതുപോലെ തന്നെ പോസിബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ്, അങ്ങനത്തെ അനാലിസിസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് ഇൻ ദ ബിഗിനിങ് നമ്മൾ സിലബസ് മാപ്പിംഗ് ആയിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഇസ് മെന്റ് ബൈ സിലബസ് മാപ്പിംഗ്? സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ഒക്കെ ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതില് ഹിസ്റ്റോറിക്കൽ റെലവൻസ് അനുസരിച്ചിട്ട് ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സെഷനാണ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാം പാറ്റേൺ അനാലിസിസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര മാർക്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ. റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആസ് സച്ച് ഏതൊക്കെയാണ്, അതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂവിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻസ്. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻസിൽ നമ്മൾ കൂടുതൽ ഏതൊക്കെ ടോപ്പിക്, അതായത് നമ്മുടെ ഈ എക്സാമിന് ജൂൺ 2022 എക്സാമിന് ഏതൊക്കെ ടോപ്പിക് ആയിരിക്കും ലൈക്ലി ഉണ്ടാവാനുള്ള ചാൻസസ്, ഏതിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ദെൻ വി വിൽ ഇൻട്രൊഡ്യൂസ് എ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഒരു ഫുൾ ലെങ്ത് പേപ്പർ ആയിരിക്കും. ആ പേപ്പറിന്റെ കൂടെ നിങ്ങൾക്ക് മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും കൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മെത്തഡോളജിയാണ്. മെത്തഡോളജി എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇനി നിങ്ങൾ എക്സാമിനെ ഇനിയിപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ദിവസം മാത്രം ബാക്കി നിൽക്കുക, എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെത്തഡോളജിക്കൽ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ബൈ യൂണിറ്റ്സ്, ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇതിൽ നമ്മൾ ഹൈ പ്രിഫറൻസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം 10ൽ കൂടുതൽ പ്രാവശ്യം അപ്പിയർ ചെയ്തതിനെ നമ്മൾ ഹൈ പ്രിഫറൻസ് ആയിട്ടും, 5 to 9 ടൈംസ് അപ്പിയർ ചെയ്തതിനെ മീഡിയം പ്രിഫറൻസ് ആയിട്ടും, ലെസ് ദാൻ 5 അപ്പിയറൻസിന് നമ്മൾ ലോ പ്രിഫറൻസ് ആയിട്ടുമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്രകാരം ബ്ലോക്ക് 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്ലോക്ക്. അപ്പൊ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു റെലവൻസ് ടേബിൾ, നമ്മുടെ സിലബസ് ടേബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ ഫ്രീ സ്പേസിലെ ഗോസസ് ലോന്റെ അപ്ലിക്കേഷനും അതിന്റെ ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ബേസിക് ആണ്, വളരെ ബേസ് ആയിട്ടുള്ള സംഭവമാണ്. അത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇറ്റ് ഇസ് ഹാവിംഗ് എ ഹൈ പ്രിഫറൻസ് റേറ്റ്. ബാക്കിയെല്ലാം, അതായത് ലാപ്ലേസ് ആൻഡ് പോയ്സൺസ് ഇക്വേഷന്റെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്, പൊട്ടൻഷ്യൽ ഇക്വേഷൻ, മെത്തഡ് ഓഫ് ഇമേജസ്,
multi-pole expansion, polarization, bound charge, Closius-Massotti relation, equation, other Biot-Savitz's law, vector potential. ഇതിനെല്ലാം മീഡിയം പ്രയോറിറ്റി ആണ്. 9, 8, 7, 5 എന്നുള്ള രീതിയിലൊക്കെയാണ് അതിന്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ അതിനുശേഷം ഹൈ പ്രയോറിറ്റി വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മാക്സ്വെൽസ് ഇക്വേഷനും പിന്നെ കറക്റ്റഡ് മാക്സ്വെൽസ് ഇക്വേഷനും. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു സെഷനിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഡയമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, പെറിമാഗ്നറ്റിസം എന്നൊക്കെ പറയുന്ന ആ മാഗ്നറ്റിസത്തില് പാരാമാഗ്നറ്റിസവും ഡയോമാഗ്നറ്റിസവും ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ BH കേർവ് ഉണ്ടല്ലോ, നമ്മള് എന്താ പറയാ ഒരു കേർവ് പഠിച്ചിട്ടുണ്ട്. ആ കേർവും ഫെറോമാഗ്നറ്റിസിൽ ആ BH കേർവും അതിന്റെ മാഗ്നറ്റിക് സർക്യൂട്ട്സും അതിന്റെ കാര്യം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതും മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ്. അത് ഭയങ്കര ഹൈ അല്ല, ബട്ട് 6 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു ഹീറ്റ് മാപ്പ് ആണ് കാണിക്കാൻ പോകുന്നത്. ഹീറ്റ് മാപ്പ് ഇൻ ദ സെൻസ് ഇതിലെ കളേർഡ് റീജിയൻ, ഹൈ കളേർഡ് റീജിയൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. പിന്നെ അതിനുശേഷം 10 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. യൂണിറ്റ് 9 മാക്സ്വെൽസ് ഇക്വേഷന്റെ ആ പോർഷൻ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. ബാക്കി മാഗ്നറ്റിസത്തിലും ഇലക്ട്രോ മാഗ്നറ്റിസത്തിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ 7 വെച്ചിട്ടാണ്. അതായത് അതിനൊരു ഈക്വൽ പ്രയോറിറ്റി. നമുക്ക് ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നുമില്ല, മീഡിയം ആൻഡ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റെലവൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈക്വലി ലൈക്ലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 7ഉം 10ഉം ടൈംസ് അപ്പിയറൻസസ് എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമൊന്നും അല്ലാന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ സെഷനിലും മോസ്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോഴത്തേക്കും മാക്സ്വെൽസ് ഇക്വേഷനും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫോം, അത് സെൻട്രൽ ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ മൾട്ടിപോൾ എക്സ്പാൻഷനും മെത്തേഡ് ഓഫ് ഇമേജസും, അതും ബ്ലോക്ക് 1ൽ തന്നെ വരുന്നതാ. ഇത് ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ ടൈപ്പ് ഒക്കെ ആയിട്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ലെവലിലാണ് അത് കൂടുതൽ വരുന്നത്. ഡയറക്ട്ലി അല്ല, കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലായിട്ട് നിങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇതാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വന്ന് കണ്ടിരിക്കുന്നത് എന്നുള്ളത്. essay or long answer type, അതിന് typically ഒരു 8 to 12 മാർക്സ് റേഞ്ചിൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് 200 to 300 വേർഡ്സ് ആണ്. വേർഡ് കൗണ്ടിനേക്കാളും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു essay or long answer ടൈപ്പിന്. ന്യൂമറിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ 5 to 10 മാർക്കിന്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് സീക്ക് ചെയ്യുന്നത്. ഷോർട്ട് നോട്ട് എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിൽ 4 to 5 മാർക്സിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 8 to 120 വേർഡ്സ് ആണ് അതിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെറിവേഷൻ ഓർ പ്രൂഫ് ടൈപ്സ് ഉണ്ട്, അതും 4 to 10 മാർക്സിൽ വരുന്ന ഒരു റേഞ്ചിൽ വരുന്നതാണ്. 100 to 200 മാർക്സ് ഇക്വേഷൻസ് വിത്ത് സ്റ്റെപ്സ് ആണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ MCQ, അതൊരു 1 or 2 മാർക്ക്, 1-2 ലൈനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ടോപ്പ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. essay or ലോങ് ആൻസർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിയററ്റിക്കൽ അനാലിസിസിനെയാണ് ഇവിടെ നമ്മൾ ആ ഒരു എബിലിറ്റിയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പൊ നല്ല രീതിക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതായത് ഇപ്പൊ നമ്മുടെ ഗോസസ് ലോ ഒക്കെയാണ് ചോദിക്കുന്നത്, ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കുകയാണ്, ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗോസസ് ലോ എന്ന് പറയുന്ന ആ ലോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമുല എഴുതുക, അതുപോലെ അതിന്റെ ഡെറിവേഷൻ എഴുതുക, ദെൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്സ് അപ്ലിക്കേഷൻ. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയും അതിന്റെ ഡെപ്തുമാണ് ഇവിടെ അളക്കുന്നത്. ഇവിടെ 200-300 വേർഡ് ലിമിറ്റിനേക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓർഗനൈസ് ആയിട്ട്, അതുപോലെ തന്നെ ഫിഗർ വരയ്ക്കുമ്പോൾ അറിയാലോ, ഫിഗർ വരച്ചാൽ അത് ലേബൽ ചെയ്യണമെന്ന് നിർബന്ധമാണ്. വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ essay or ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത്.
ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് മോസ്റ്റ്ലി കാൽക്കുലേഷൻ റിലേറ്റഡ് ആണ്. അത് ഗോസസ് ലോയിൽ നിന്നും മാക്സ്വെൽസ് ഇക്വേഷൻ നിന്നും ബോത്ത് ആ ഒരു സൈഡിൽ നിന്ന് രണ്ടെന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഡോണ്ട് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ബീറ്റ് അറൌണ്ട് ദ ബുഷ് ഇൻ ദ സെൻസ് നിങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള ആൻസേഴ്സ് എഴുതാതെ ടു ദ പോയിന്റ് ആൻസർ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഫൈനൽ ആൻസറിനെ ബോക്സിലാക്കിയിട്ട് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. ഇറ്റ് വിൽ ഹൈലൈറ്റ് യുവർ ആൻസർ. അപ്പൊ ആ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അതിനെ ബോക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഷോർട്ട് നോട്ട് എക്സ്പ്ലനേഷൻ. ഷോർട്ട് നോട്ട് എക്സ്പ്ലനേഷൻസിന് മെയിൻലി നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ പ്രിസിഷൻ ആണ് നോക്കുന്നത്. എത്രത്തോളം പ്രിസൈസ് ആയിട്ട്, എത്രത്തോളം ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ചുറ്റുപാടും പറയാതെ ഡയറക്റ്റ് ആയിട്ട് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ക്ലാരിറ്റി പറയാം. ഇത് ഡയമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഡയമാഗ്നറ്റിസം ഇസ് എ ടൈപ്പ് ഓഫ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു തുടങ്ങാതെ ജസ്റ്റ് ബി ക്ലിയർ. ഡയമാഗ്നറ്റിസം എന്താണ്, അതിന്റെ ഡൊമെയിൻസ് എങ്ങനെയാണ്, ആ ഫിഗർ ഒക്കെ വരച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. റേഞ്ച് ചെയ്യുന്നത് 4 to 5. ഇപ്പൊ നോക്കൂ, 4 to 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഓവർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾ അത് ക്രിസ്പ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ അപ്പീലിംഗ് ആയിരിക്കും. ഐദർ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ കൺസൈസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ്സ് ആയിട്ടോ എഴുതി എക്സ്പ്ലനേഷൻ കൊടുക്കുക. ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലൈൻ അല്ല, ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ, ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ, അങ്ങനെയാണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമുക്ക് ഷോർട്ട് ആൻസർ ഓർ എക്സ്പ്ലനേഷൻ ടൈപ്പ് എഴുതേണ്ടത്. പിന്നെ ഡെറിവേഷൻ ഓഫ് പ്രൂഫ്. ഡെറിവേഷൻ ഓർ പ്രൂഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന്റെ ലോജിക്കൽ ഡെറിവേഷന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാനുള്ളതിന്റെ കേപ്പബിലിറ്റി ആണ്. മെമ്മറൈസേഷനേക്കാൾ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെറിവേഷൻ ഓർ പ്രൂഫ് ചെയ്യേണ്ടത്. ഇപ്പൊ മാക്സ്വെൽസ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്ന ഡയറക്റ്റ് ഡെറിവേഷൻസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നുണ്ടാവുക. സോ ലേബൽ ചെയ്യുക ഓരോ സ്റ്റെപ്സ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയാ സ്റ്റെപ്പ് വെറുതെ നിങ്ങൾ എടുത്ത് എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലിയർലി മെൻഷൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കിട്ടിയത്. ഫ്രം ദ ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്, ഫ്രം ദ മാക്സ്വെൽസ് സെക്കൻഡ് ഇക്വേഷൻ, ഫ്രം ദ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ, ഫ്രം ദ കറക്റ്റഡ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് നോക്കുക. വെറുതെ ഇക്വേഷൻസ് എഴുതി വെക്കുന്നതിൽ മാർക്കില്ല. എന്താണ് ആ ഇക്വേഷൻ, അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ആ ബ്ലോക്കിൽ നിന്ന് 15 മാർക്സ് ആണ് ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതായത് 25%, ഒരു 100 മാർക്ക് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 25% ഷെയർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ നിന്ന് 16 മാർക്സ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ട്? അതിൽ മാക്സ്വെൽസ് ഇക്വേഷൻ വരുന്നതുകൊണ്ട് 27% ഷെയർ അതിന് വരുന്നുണ്ട്. മാഗ്നറ്റോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 13 ആണ്, അത് 22% ആണ്. ഫെറോമാഗ്നറ്റിക്സ് ആണെങ്കിൽ 11. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് അല്ലെങ്കിൽ മിസലേനിയസ് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ 8% ടോട്ടൽ ഷെയറും അതിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഒരു അനാലിസിസ്.
ഇനി ഇതാണ് പൊതുവെ ഒരു ട്രെൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോ ജൂൺ സെഷനും ഡിസംബർ സെഷനും 2 പേപ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ജൂൺ സെഷനിലെയും ഡിസംബർ സെഷനിലെയും നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു സെയിം ട്രെൻഡ് ആണ്. അതായത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് 2 സെഷനിലും ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എസ് എ ഇത്രയും 30% വെയിറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 28 ആ ഒരു തന്നെ ഒരു ചെറിയ ഡെക്ലിനേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഇതിന്റെ രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആയിട്ടാണ് വരുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓഫ് ഗെയിൻ ആർ ലാർജ്ലി slightly larger share arising from 25 to 26% and more marks are assigned to the application based calculations. ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ഈ ന്യൂമറിക്കൽ പ്രോബ്ലത്തിനുണ്ട്. 25-ൽ നിന്ന് 26% അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എവിടെ കൂടുതൽ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതിലാണ് കൂടുതൽ വരുന്നത്. എസ് എ ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ആയിട്ട് തന്നെ ഉള്ളതാണ്. ഫ്രീക്വന്റ്ലി അത് ചോദിക്കുന്നതുമാണ്. ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആയിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിക്കും പ്രൊസീജിയറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനും വേണ്ടിയിട്ട് അതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. എങ്ങനെയാണ് നിങ്ങൾ ഒരു 3 hour പേപ്പർ, ഒരു 3 hour പേപ്പറാണ് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അതൊരു 100 മാർക്സിന്റെ പേപ്പർ ആയിരിക്കുമല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 30% ഓഫ് ദ മാർക്ക് ഈ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ നിങ്ങൾ മേജർ ഷെയർ ഓഫ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഈവൻ ദോ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിലും എക്സ്പ്ലനേഷൻ നല്ലപോലെ ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഒരു 18 minutes പെർ ക്വസ്റ്റ്യൻ, ഒരു 18 minutes ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ലോങ് ആൻസർ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് 100 മാർക്സിന്റെ പേപ്പർ ആണെന്നുള്ള കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലത്തിനാണെങ്കിലും ഒരു 25% ഓഫ് ദ ടോട്ടൽ മാർക്ക് അതിനാണ് വരുന്നത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു 45 minutes അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. വൈ? ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവണം, ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യണം, ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ദെൻ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ അതുകൊണ്ട് അതിനും അത്യാവശ്യം കുറച്ച് സമയം എടുക്കാം. പിന്നെ ഉള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. അതിന് 40 minutes ആണ്. അതും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ളത് മെമ്മറൈസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് 41 minutes. 41 minutes എന്ന് പറയുമ്പോൾ അതിനും 23 ഷെയർ ആണുള്ളത്. അപ്പൊ 41 minutes എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഓവറോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റാം. ഇനി ഓൾമോസ്റ്റ് ഒരു 10 to 15 minutes 20 minutesോളം നിങ്ങൾ റിവ്യൂവിന് വേണ്ടിയിട്ട് ടൈം എന്തായാലും സ്പെൻഡ് ചെയ്യണം. കാരണം റിവ്യൂ ടൈം ഇല്ലാത്ത ഒരു പക്ഷം വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെറിവേഷനിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ഫൈനൽ ആൻസർ കിട്ടിയത് കൊണ്ട് ആൻസർ ശരിയാണെന്നുള്ളത്. പക്ഷെ ആ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് തെറ്റിയത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ ടൈമിൽ നിങ്ങൾ ഇരുന്ന് അത് മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ വീണ്ടും അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കാനും അതിൽ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈമാണ് ഈ 20 minutes എന്ന് പറയുന്നത്. അത് ജസ്റ്റ് കസ്പായിട്ട് നിങ്ങൾ എഴുതി അപ്പൊ തന്നെ പേപ്പർ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും മാറാതെ കുറച്ച് സമയം എപ്പോഴും നിങ്ങൾക്ക് കൂൾ ഓഫിന് വേണ്ടിയിട്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ആൻഡ് അപ്ലൈ ഗോസസ് ലോ ടു ഫൈൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ് ഓർ എ സിലിണ്ടർ. ഓക്കെ, അത് ഗോസസ് ലോയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 8 times ഈ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിറൈവ് ദ വേവ് ഫംഗ്ഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ വാക്യൂം. 7 times അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡയമagnetism ആൻഡ് പാരാമാഗ്നറ്റിസം വിത്ത് എക്സാമ്പിൾസ്. 7 times. Explain the method of images with practical example often for a point charge near a grounded plane. പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെത്തഡ് ഓഫ് ഇമേജിൽ വരുന്ന ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇതാക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രൈബ് പോളറൈസേഷൻ ഇൻ ഡയലക്ട്രിക്സ്. ഹൗ ഡസ് പോളറൈസേഷൻ ഡിഫർ ഇൻ നോൺ പോളാർ ആൻഡ് പോളാർ ഡയലക്ട്രിക്സ്. അപ്പൊ ആദ്യം നിങ്ങൾ ഡയലക്ട്രിക്കിന്റെ പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ പോളാറിലും നോൺ പോളാറിലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 6 times അതും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ സോളിനോയിഡ് അറൌണ്ട് എ കറന്റ് ക്യാരി വയർ. സോളിനോയിഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യൽ അല്ല, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 times അതും അപ്പിയർ ചെയ്തിട്ടുണ്ട്.
obtain an expression for the electric potential at a far point using multipole expansion. What are the fundamental laws of electricity and magnetism? Discuss the symmetries and asymmetries. Explain the domains in ferromagnetic material and their behavior under external field. Write and explain Closius-Massotti relation relating polarizability and dielectric constant. ഇതൊക്കെ 5 times 4 times എന്നുള്ള രീതിയിലാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. മിക്സ്ഡ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോസസ് ലോ ആൻഡ് ലൈൻ ചാർജ് എന്ന് പറയുന്നത് 8 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന് ആവറേജ് ആയിട്ട് 5.6 മാർക്ക്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് 5.6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മെത്തഡ് ഓഫ് ഇമേജസ് പഠിച്ചാലാണ്. 6 times അത് അപ്പിയർ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിലും 5.6 മാർക്സ് പഠിച്ച് അത് വന്ന് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിനുശേഷം വേവ് ഇക്വേഷൻസ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ, ഡയമagnetism വേഴ്സസ് പാരാമാഗ്നറ്റിസം 5.1 5.2 എന്നുള്ള റേഞ്ചിൽ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പോളറൈസേഷൻ ഇൻ ഡയലക്ട്രിക്സ് 4.8 times നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. Then we'll be going into multipole expansion. Multipole expansion ആണ് 5 times അപ്പിയർ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആവറേജ് നമുക്ക് 6.2 മാർക്സ് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ 6.2 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്തൂടെ. നമ്പർ ഓഫ് ടൈംസ് അപ്പിയർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് തരുന്നു. ഇപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 തവണ അപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് തന്നെ അതിൽ നിന്ന് കിട്ടാനുള്ളൂ. പക്ഷെ നേരെ മറിച്ച് 6 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ളൂ, അതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അപ്പൊ പാസ് ആവണം അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഏതാ നല്ലത്? നമുക്ക് എപ്പോഴും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ചാൻസസ് ഉള്ളത് പഠിക്കുന്നതാണ് നല്ലത്. അതിന് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നല്ല പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5.4 5 5 4.7 എന്നുള്ള രീതിയിൽ ഓരോ ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോഷ്യസ്-മസോട്ടി റിലേഷന് 4.7 റേറ്റിംഗ് ഉണ്ട്. റേറ്റിംഗ് ഇൻ ദ സെൻസ് അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ 4 പ്രാവശ്യം അത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ റെലവൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഇനി എങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജിക്കലി പഠിക്കുക എന്നുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ 5 minutes, റൈറ്റ് ദ ഫുൾ റെസ്പോൺസ് ഇൻ 12 to 15 minutes. അതായത് ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ 5 minutes എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 minutes എടുത്ത് പിന്നെ 12 to 15 minutesനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യണം. എന്തൊക്കെ ഡയഗ്രാംസ്, ഇക്വേഷൻസ്, ഹെഡിങ്സ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതി 12 to 15 minutesനുള്ളിൽ നിങ്ങൾ ആ ഫുൾ റെസ്പോൺസ് എഴുതാൻ പറ്റണം. വീട്ടിലിരുന്ന് നിങ്ങൾ ഒരു 10 minutes എടുക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ 10 minutes ഇരുന്ന് ചെയ്യുന്ന കാര്യം എക്സാം ഹോളിൽ വരുമ്പോൾ 5 minutes എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് 9 minutes എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആ 1 minute എക്സ്ട്രാ ആണ് നമുക്ക് എപ്പോഴും. അതിന് വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ആൻഡ് ടൈംഡ്. ഇതിന് രണ്ടുണ്ട് ഗുണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ ഉണ്ടാവും, നല്ലപോലെ എഴുതാനായിട്ട് പറ്റും, എഴുതിയത് എത്രയും വൃത്തിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്പീഡിനും അതായത് പെട്ടെന്ന് എക്സാം എഴുതി തീർക്കാനായിട്ടും നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഇനി കമ്പയർ യുവർ ആൻസേഴ്സ് ടു മോഡൽ സൊല്യൂഷൻസ്. ഇത് ഈ സൊല്യൂഷൻസ് തരുമ്പോൾ ആ സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക. എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത് എന്നുള്ളത് അനലൈസ് ചെയ്യുക. നിങ്ങൾ കുറെ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് എഴുതിയത് കൊണ്ടോ ഒന്നുമല്ല മാർക്കിംഗ് സ്കീമിൽ എങ്ങനെയാണോ നിങ്ങളുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മളൊരു വിഷ്വൽ അനലൈസേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 59%, അതല്ലാത്ത ക്വസ്റ്റ്യൻസ് 41% ആണ്. ഓൾമോസ്റ്റ് 100ൽ 59 അക്കൗണ്ടബിലിറ്റി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ അത്യാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും.
ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി മെട്രിക്സിൽ 80% ചാൻസ് ഉള്ളത് ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ചോദിക്കാനാണ്. അതിനൊരു ഹൈ പ്രോബബിലിറ്റി ആണ്. പിന്നെ ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ളത് ഡയമagnetism ആൻഡ് പാരാമാഗ്നറ്റിസം, അതിന് 70% പ്രോബബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മാക്സ്വെൽസ് ഇക്വേഷനും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും EM വേവ്സിനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ മീഡിയം പ്രയോറിറ്റി ആണ്. ലാപ്ലേസ് ആൻഡ് പോയ്സൺസ് ഇക്വേഷൻ, മെത്തഡ് ഓഫ് ഇമേജസ്, പോളറൈസേഷൻ ആൻഡ് ഡൈലക്ട്രിക്സ്, ക്ലോഷ്യസ് മസോട്ടി റിലേഷൻ, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ആൻഡ് ബയറ്റ്-സവേർട്സ് ലോ, പിന്നെ അതുപോലെ ഡൊമെയിൻസ് ഇൻ ഫെറോമാഗ്നറ്റിസം, ഫണ്ടമെന്റൽ ലോസ് ആൻഡ് സിമെട്രി ഡിസ്കഷൻ, ഇതെല്ലാം മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഗോസസ് ലോ എന്ന് പറയുന്നത് 10-8 പേപ്പറിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടും ഡിറൈവ്ഡ് ആയിട്ടും അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാപ്ലേസ് ആൻഡ് പോയ്സൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 6 to 10 മാർക്സ്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസും അതിന്റെ ഡെറിവേഷൻസും 6 to 10 പേപ്പേഴ്സിൽ നമ്മൾ, അതായത് 10 6 പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മെത്തഡ് ഓഫ് ഇമേജ് ആണെങ്കിലും 10 6 ഇതിൽ ചോദിച്ചിട്ടുണ്ട്. 1 സിനാരിയോയിൽ, അതായത് കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പോളറൈസേഷൻ ആൻഡ് ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടോ പ്രോബ്ലംസ് ആയിട്ടോ ചോദിച്ചിട്ടുണ്ട്. ക്ലോഷ്യസ് മസോട്ടി റിലേഷൻ എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് ഡെറിവേഷൻ ആണ്. ഡയറക്റ്റ് ഡെറിവേഷനും അതുപോലെ അതിന്റെ അപ്ലിക്കേഷനും 4 to 5 ടൈംസ് ഇത് ചോദിച്ചിട്ടുണ്ട് പേപ്പറിൽ. പിന്നെ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, പിന്നെ അതുപോലെ തന്നെ ഡൊമെയിൻസ് ഇൻ ഫെറോമാഗ്നറ്റിസം, ഇതൊക്കെ എന്ന് പറയുന്നത് 6 to 5 ടൈംസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തിയറി ഷോർട്ട് നോട്ട് പോലെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഡെറിവേഷനും കാൽക്കുലേഷനും വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഡയമagnetism പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ, അത് അങ്ങനത്തെ ബേസ് ആയിട്ടാണ് ഡയമagnetism പാരാമാഗ്നറ്റിസം ഒക്കെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ലോസ് എന്ന് പറയുന്നത് അത് ബ്രോഡ് ആയിട്ട് ഇന്റഗ്രേറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ്, അതായത് കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് അതൊക്കെ ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? അപ്പൊ ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, ഡയമagnetism പാരാമാഗ്നറ്റിസം, മാക്സ്വെൽസ് ഇക്വേഷൻ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എങ്ങനെയാ സ്ട്രാറ്റജി? റൈറ്റ് ഡൗൺ, ഓറൽ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ മെമ്മറൈസ് ചെയ്യുക. ഡയഗ്രാംസ് ഒക്കെ മെമ്മറൈസ് ചെയ്ത് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. സെക്കൻഡ് ടയർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ലാപ്ലേസ് ഇക്വേഷൻ, മെത്തഡ് ഓഫ് ഇമേജസ്, പോളറൈസേഷൻ, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, ഡൊമെയിൻസ്, ക്ലോഷ്യസ് മസോട്ടി റിലേഷൻ, ഫണ്ടമെന്റൽ ലോസ്. ഇതൊക്കെ നിങ്ങൾ എന്താണ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞെങ്കിലും വെക്കണം എങ്ങനെയാണെന്നുള്ളത്. ക്ലോഷ്യസ് മസോട്ടി റിലേഷൻ ഒക്കെ പഠിച്ച് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടാവുന്നതാണ് ആ ഏരിയ എന്നൊക്കെ വരുന്നത്. അത് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്നതാണ്. ലാപ്ലേസും പോയ്സൺസും അങ്ങനെ തന്നെയാണ്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഒക്കെ ഡയറക്റ്റ് ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മൈൻഡ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ചിലപ്പോൾ വീടില്ലായിരിക്കാം. പക്ഷെ ഈ ക്ലോഷ്യസ് മസോട്ടി റിലേഷൻ ഒക്കെ റിലേഷൻ ആണ്, അങ്ങനെ തന്നെ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് കുറച്ച് പ്രോബ്ലംസ്, റിമൈനിങ് തിയറി, സബ് യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവ്യൂ ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എഴുതാൻ അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ പ്രോബബിൾ ആയിട്ട് വരുന്നത്. ഇത് ഈ യെല്ലോ കളർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് കളർ കാണിക്കുന്നത് ഹൈ പ്രയോറിറ്റി, ബ്ലൂ കളർ കാണിക്കുന്നത് നമ്മുടെ മീഡിയം പ്രയോറിറ്റി ആണ്. ലോ പ്രയോറിറ്റി കുറവാണ്, അതുകൊണ്ട് ഗ്രേ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 1.5 hours ആണ്, മാക്സിമം മാർക്ക് 25 ആണ്. അപ്പോ ഇതില് ഇനി 3 എഴുതുക. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി 3 നിങ്ങൾക്ക് എഴുതാം. 3 into 5 മാർക്സ്. ഇതിന്ന് 15 മാർക്സ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. യൂസിംഗ് ഗോസസ് ലോ, ഡിറ്റർമൈൻ ദി ഇലക്ട്രിക് ഫീൽഡ് യൂസിംഗ് എ യൂണിഫോംലി ചാർജ് ഹോളോ സ്പെറിക്കൽ ഷെൽ. ഷെല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് എ ക്യാരിങ് എ ടോട്ടൽ ചാർജ് ക്യൂ. സ്കെച്ച് ദ ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് റേഡിയൽ ഡിസ്റ്റൻസ്. ഗോസസ് ലോ എന്ന് വന്നതാണ്. For a dielectric slab of thickness d and relative permittivity epsilon r is equal to 3 placed between the parallel plates with surface densities plus sigma and minus sigma, calculate the electric displacement and polarization within the slab. Polarization in dielectrics എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണത്. Magnetic field B is equal to B0 z cap is applied to a long thin rod made of a material with susceptibility chi m is equal to minus 0.002. Calculate the magnetism and explain whether the material is diamagnetic or paramagnetic, justifying the key theory points. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കൈ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡയമagnetic അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആക്കേണ്ടത്. അപ്പൊ കൈ വാല്യൂ എങ്ങനെയാണ് ഡയമagneticന്റെയും പാരാമാഗ്നറ്റിക്കിന്റെയും ഫെറോമാഗ്നറ്റിക്കിന്റെയും ഒക്കെ ആ ടേബിൾ പോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല പോലെ എഴുതാനായിട്ട് പറ്റും. ഇത് കൈൻഡ് ഓഫ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡയമagnetism പാരാമാഗ്നറ്റിസത്തിൽ നിന്ന് വന്നത്. പിന്നെ ഫോർ എ റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് വയർ ലെങ്ത് L with W carrying a current I placed at an angle theta with respect to a uniform magnetic field B, derive the expression for torque experienced by the loop and specify its direction. Magnetic moment and torque എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡെറിവേഷൻ ഉണ്ട്, നിങ്ങൾക്കത് ആ ഒരു ഡെറിവേഷൻ പഠിക്കാം. ഇനി റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ 4 ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ക്ലിയർലി ഐഡന്റിഫൈങ് 1 സിമെട്രി ആൻഡ് 1 അസിമെട്രി ഇൻ ദോസ് ലോസ്. നമ്മുടെ സിമെട്രീസിനെ ബേസ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ ലോസിൽ സിമെട്രീസും ഇൻകൺസിസ്റ്റൻസിയും വരുന്ന ആ ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 5 ഏതെങ്കിലും 3 നിങ്ങൾക്ക് എഴുതിയാൽ മതി. ചോയ്സ് ഉണ്ട്, ഇന്റേണൽ ചോയ്സ് ആണത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതില് 10 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നത്. Using the method of images, determine the point P213 due to the point charge plus Q, which is equal to 4 into 10 raised to minus 9 coulomb, located at 003 above an infinitely grounded conducting plane Z is equal to 0. Draw the diagram and show the boundary condition satisfied. A boundary condition method of images എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ ബേസ്ഡ് ആണ്. ആദ്യം ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യന്റെ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഡു ദ പ്രോപ്പർ കാൽക്കുലേഷൻസ്. പിന്നെ ആ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ് E of ZT is equal to E0 sin KZ minus omega T x cap ന്റെ ഡയറക്ഷനിലാണ്. where E0 is equal to 100 volt per meter, K is equal to 2 pi by 0.5 meter inverse, omega is equal to 2 pi into 3 into 10 raised to 8 second inverse. So write the Maxwell's equation for free space. ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രീ സ്പേസിലെ ഇക്വേഷൻസ് എഴുതാൻ പറയുന്നുണ്ട്. ഡിറൈവ് ദ കറസ്പോണ്ടിങ് വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വേവ് ഇക്വേഷൻ, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീക്വൻസിയും വേവ് ലെങ്തും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസിലി നിങ്ങൾക്ക് 10 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടോട്ടൽ 10+50 നിങ്ങൾക്ക് ഇതിൽ നിന്ന് 25 മാർക്സിന്റെ പേപ്പറാണ് ഇത് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഓരോ റിലേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഫോർ ദിസ് June 2025 exam, I wish you all the best from my side and whole Learnwise team. So thank you.